വിമതരായി പുറത്തേക്ക് വരാൻ നിൽക്കുന്നവരെയും സമാധാനിപ്പിക്കാനും അനുനയിപ്പിക്കാനുമുള്ള ശ്രമമാണ്. എന്നാൽ എന്താണ് വിഷയം, ആരൊക്കെയാണ് കളത്തിൽ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് പറയാൻ ശ്രമിച്ച എൻ ശ്രീകുമാർ ഇവിടെ ചില കാര്യങ്ങൾ ഉയർത്തുകയാണ് വിഷയങ്ങളായി. അത് ആണ് നേരത്തെ കേട്ട ചില കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴത്തെ കേരളത്തിൽ ഏത് രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ അർത്ഥത്തിൽ തന്നെയാണോ എന്നുള്ളത് ഒരു ഭാഗത്ത്. ഇത് മതിയോ 10 വർഷം ഭരിച്ച പിണറായി സർക്കാർ വീണ്ടും വരാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു പ്രതിപക്ഷത്തെയാണോ ഇവർ 2 മാസം മുമ്പ് തൊട്ട് ഇങ്ങോട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്? അവിടെയാണോ ഇപ്പോൾ നിൽക്കുന്നത്? കേരളത്തിൻ്റെ ശരിയായ പൾസ് താങ്കൾ എങ്ങനെ മനസ്സിലാക്കുന്നു? ലാലെ, എനിക്ക് തോന്നുന്നത് ഇവിടെ പ്രതിപക്ഷത്തിന് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, ഞങ്ങൾ എന്തൊക്കെ ചെയ്യാനുണ്ട് കേരളത്തിൽ എന്നൊക്കെ ആയിരുന്നു പറയേണ്ടിയിരുന്നതെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ശ്രീകുമാർ ഡോക്ടർ സമ്പത്തിനോട് നമുക്ക് പറയാം, എനിക്ക് പറയാൻ പറ്റും. ഞങ്ങൾ രണ്ടുപേരും ഒരു മാധ്യമത്തിൻ്റെ തട്ടകങ്ങളിൽ കഴിഞ്ഞവരാണ്. പത്രപ്രവർത്തക യൂണിയനിലും ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒത്തിരി ഐക്യബോധമൊക്കെയുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം അദ്ദേഹം ഗവൺമെൻറ്റിനെ വിമർശിക്കാനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ മുന്നണിയും അതുതന്നെയാണ് ശ്രമിക്കുന്നത്. അതിനെക്കാട്ടിൽ ഉചിതമാകുമായിരുന്നത് ഇതൊന്നും അല്ലല്ലോ സ്കൂള്, ഞങ്ങൾ കാണിക്കണം എന്നൊക്കെ പറയാം. പക്ഷേ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് കാര്യം പറയും. എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭാവന കാണണമെങ്കിൽ വയനാട്ടിലേക്ക് പോയാൽ മതി. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിൽ എല്ലാം ജീവിതത്തിൽ എല്ലാവരെയും, ഉറ്റവരെയും ഉടയവരെയും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന വീടുകൾ, അതിനകത്ത് ഞാൻ പറയാം ഒരു ഭരണകർത്താവിൻ്റെ ദീർഘവീക്ഷണമുണ്ട്. എൻ്റെ ജനത, സാധാരണ ജനത കഴിയേണ്ടത് ഇതുപോലുള്ള കൊച്ചു കൊച്ചു കുടിലുകളിലല്ല, ഏച്ച് കെട്ടി മുളച്ച് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വീടുകളിലല്ല. അവർ ഇന്ന് കേരളത്തിൻ്റെ വരുമാനം കൊണ്ട്, കേന്ദ്രത്തിൽ നിന്ന് ഒരു കാശും കിട്ടിയില്ലെന്നറിയാമല്ലോ, ബി ജെ പിക്കാരൊന്നും സഹായിച്ചില്ലല്ലോ, ഒന്നും തുണച്ചില്ലല്ലോ, ഒരു സഹായവും കിട്ടാതെ കേരളത്തിൻ്റെ സ്വന്തം റിസോഴ്സസ് മാത്രം മൊബിലൈസ് ചെയ്തും കൊണ്ടുണ്ടാക്കിയ അതിഗംഭീരം വീടുകൾ ഒരു പക്ഷേ ലോകത്തൊരിടത്തും ഇങ്ങനെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഇത്ര മനോഹരമായ ഒരു വീട്, അങ്ങനെ എത്ര 100 വീടുകൾ തീർന്നു കഴിഞ്ഞാൽ ഇനിയും പണിതുകൊണ്ടിരിക്കുക. അതിനകത്ത് ഫർണിച്ചറും മേടിച്ചിരിക്കുന്നു, ഇട്ടുകൊടുക്കാൻ കാശ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ വീട് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ ഭരണകർത്താവിൻ്റെ കാഴ്ചപ്പാട് എന്തുമാത്രം വലുതാണ്, എന്തുമാത്രം വിശാലമാണ് എന്ന്. വിദ്യാഭ്യാസ രംഗം നോക്കാം. രണ്ടാമത് നമ്മൾ ശ്രീകുമാർ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, പൊതുവിദ്യാഭ്യാസ രംഗത്ത്, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത്, സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ എണ്ണം, അന്നത്തെ കിഫ്ബിയുടെ സംഭാവന, ഇതൊക്കെയുണ്ടല്ലോ ഒരു മൾട്ടി ഫേസറ്റഡ് ശ്രമമാണ് ഗവൺമെൻറ്റിൻ്റെ വക. അതുകൊണ്ട് എന്ത് പറ്റി, നേരത്തെ ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയച്ചുകൊണ്ടിരുന്ന, മക്കളെ അയച്ചുകൊണ്ടിരുന്ന, വിഷമിച്ച് അയച്ചുകൊണ്ടിരുന്ന രക്ഷിതാക്കൾ പോലും തൊട്ടടുത്ത് ഗവൺമെൻറ് സ്കൂളിലേക്ക് ആൾക്കാരെ, കുട്ടികളെ അയച്ചു തുടങ്ങി. കാരണം അവിടുത്തെ അധ്യാപകരാണ് നല്ലത്, അവിടുത്തെ പഠിപ്പിക്കലാണ് നല്ലത്, അവിടുത്തെ സ്മാർട്ട് ക്ലാസ് റൂംസാണ് നല്ലത് എന്ന് കാണുന്ന രക്ഷിതാക്കൾ അവിടേക്ക് കുട്ടികളെ അയക്കാൻ തുടങ്ങി. പലയിടത്തും കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഒക്കെ അങ്ങനെ വ്യത്യാസമുണ്ട്. നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണല്ലോ ചാക്ക. അയ്യോ, ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടോ ലാലേ, ഒരു ഭയങ്കര ദയനീയമായ ഒരു കാഴ്ച കണ്ടു. വൈകുന്നേരം ഞാനൊരു 7 മണിയോടെ അതുവഴി ന്യൂസ് 18 ചർച്ചയ്ക്ക് പോകുമായിരുന്നേ, 7 മണിക്ക് മുമ്പ്. അന്നേരം നമ്മുടെ ചാക്ക ഗവൺമെൻറ് സ്കൂളിൽ ആ ഗേറ്റൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ, എയർപോർട്ടിലേക്ക്, നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക്. അപ്പോൾ ഞാനങ്ങനെ പോകുന്ന വഴിക്ക് വെറുതെ ഒന്ന് നോക്കും. അയ്യോ, നമ്മളെ ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ച ഒരു കാഴ്ച. ആ ഗേറ്റ് അടഞ്ഞു കിടക്കുവാണ്. സന്ധ്യ കഴിഞ്ഞു, 6:45 കാണും. ആ സമയത്ത് ലാലെ അവിടെ തറയിൽ അന്യസംസ്ഥാനത്തു നിന്ന് വന്ന ആരോ ധർമ്മക്കാരാണ് കിടപ്പുണ്ട്. ഒരു കുട്ടി 5 or 6 വയസ്സ് വരുന്ന ഒരു കുഞ്ഞു കുട്ടി ആ ഗേറ്റെ പിടിച്ചുകൊണ്ട് അകത്തോട്ട് നോക്കി നിൽക്കുന്നില്ല അല്ലേ.
നമ്മുടെ ഒരു കുട്ടി, കേരളത്തിലെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആ കുട്ടിക്ക് പോലും സാധാരണ ആ കുട്ടിയുടെ അച്ഛനമ്മമാർ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നെങ്കിൽ ആ കുട്ടിക്കും ആ സ്കൂളിൽ തന്നെ പഠിക്കാൻ സ്ഥലം കിട്ടുമായിരുന്നു. ആ സ്കൂളിൽ ആ കുട്ടിക്ക് പഠിക്കാമായിരുന്നു. അത്ര മനോഹരമായ സ്കൂൾ. എന്തേ ആ കുട്ടിയുടെ നോർത്ത് ഇന്ത്യൻ ഏതോ ഒരു സംസ്ഥാനത്തെ ആണല്ലോ, ഏതോ ഒരു വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്തെ, ഹിന്ദി സംസ്ഥാനത്തെ കുട്ടിയാണത്. ഇപ്പം കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊന്നും ആ കുട്ടികളൊന്നും ഇവിടെ വരത്തില്ല. ഇവിടെ ധർമ്മക്കാരും അവിടുത്തുള്ളവരില്ല. അതിനും അപ്പുറത്തുനിന്ന് ഹിന്ദി ഹാർട്ട് ലാൻഡിൽ നിന്ന് വരുന്നവരാണ്. ഓർക്കണം, ഞാനൊരു സാന്ദർഭികമായിട്ട് ഞാൻ പെട്ടെന്നത് ഓർത്തപ്പോൾ വേദനിപ്പിക്കുന്ന ഒരു ഭയങ്കരമായൊരു നുറുങ്ങു വേദനയായിട്ട് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് ഞാൻ വിവരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഒരു കുട്ടിക്ക് അനുഭവം ഉണ്ടാകുമോ? ഞങ്ങളുടെ നാട്ടിലെ കോഴഞ്ചേരിക്കടുത്ത് പുല്ലാട്ട് ഒരു അന്യസംസ്ഥാന തൊഴിലാളികളുടെ പുല്ലാട് എന്ന സ്ഥലത്ത് ഒരു കുട്ടി +2 എൻട്രൻസ് പരീക്ഷ പാസ്സായി. എൻട്രൻസ് പരീക്ഷ എഴുതിയില്ല. അവന് എൻട്രൻസ് പരീക്ഷയ്ക്കൊന്നും പോകാൻ പൈസ ഇല്ലായിരുന്നു. പക്ഷേ അവനവൻ്റെ മാർക്കും കൊണ്ട് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുക എറണാകുളത്ത്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം. ഇത്തിരി ഫീസൊക്കെ കൂടുതലാണ്. അവന് വലിയ വിഷമമാണ്. എൻ്റെ അടുത്ത് ആ വിവരം എത്തി. ഞാൻ 1-2 പേരെ കണക്ട് ചെയ്ത് കൊടുത്തു സഹായമൊക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൽ. അതും കൂടെ ഓർക്കണം. ഒരു കുട്ടിയും സ്കൂളില്ലാത്ത കുട്ടിയില്ല കേരളത്തിൽ. സ്കൂളിൽ പഠിക്കാനാവാത്ത ഒരു കുട്ടി കേരളത്തിലില്ല. അതൊക്കെ വലിയ കാര്യമാണ്. ശ്രീകുമാറെ കേൾക്കണം. അത് നമ്മൾ രാഷ്ട്രീയം കൊണ്ട് അംഗീകരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ അതൊക്കെ ഒരു വലിയ സത്യമാണ്. കേരളത്തിൻ്റെ പുതിയ മുഖം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. വലിയ വളർച്ചയുടെയൊക്കെ മുഖം. വളർച്ചയില്ല എന്നൊക്കെ പറയാം, രാഷ്ട്രീയത്തിന് വേണ്ടി അതൊക്കെ പറയാം. പക്ഷേ ഇതനുഭവിക്കുന്ന ഒരു ജനമുണ്ട് ഇവിടെ. ഈ സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഈ വളർച്ചയുടെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന ഒരു ജനതതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടല്ലോ. അവരാണല്ലോ ഈ വോട്ട് ചെയ്യേണ്ടത്. അവരാണല്ലോ ഈ പുതിയ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്നും ചിന്തിച്ചേണ്ട. നമ്മൾക്ക് ചർച്ച ചെയ്യുന്ന ആൾക്കാർ എന്ന നിലയ്ക്ക് ആ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് പ്രതിപക്ഷം എന്താണ് എടുത്തു വെക്കുന്നത്? ശ്രീ ജേക്കബ് ജോർജ്, അവരുടെ മുമ്പിലേക്ക് എന്താണ് പ്രതിപക്ഷം എടുത്തു വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞ കാര്യങ്ങളിൽ താങ്കൾ പറഞ്ഞ ഈ വിയോജിപ്പുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതുപോലത്തെ പല കാര്യങ്ങളും എടുത്തു വെക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ.